നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? രാത്രിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. രാത്രിയിൽ നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെടുകയോ അങ്ങനെയുള്ള ശീലം നമ്മളിൽ പലർക്കുമുണ്ട്. അപ്പം രാത്രിയിലാണ് നമ്മളുടെ ചിന്തകൾക്ക് കൂടുതൽ ശക്തിയും തീവ്രതയും അനുഭവപ്പെടുന്നത്. അതിൻ്റെ കാരണം നമ്മളുടെ ബ്രെയിൻ എപ്പോഴും പകൽ സമയങ്ങളിൽ വളരെ തിരക്കിലായിരിക്കും. അതായത് നമ്മുടെ ജോലി, നമ്മൾ മറ്റുള്ള ആളുകളുമായുള്ള സമ്പർക്കം, നമ്മളുടെ ഫോണിൻ്റെ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിൻ വളരെ ബിസി ആയിരിക്കും പകൽ സമയം. എന്നാൽ രാത്രി സമയങ്ങളിൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാടും വളരെ നിശബ്ദമാണ്. കാരണം പുറമേയുള്ള കോലാഹലങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പം ഈ സമയത്ത് നമ്മളുടെ ചിന്തകൾക്ക് വളരെ ശക്തി കൂടും. അപ്പം പകൽ സമയത്ത് നമ്മൾ അനുഭവിച്ച എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്, അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത്, അത്തരം കാര്യങ്ങൾ, ആ ഒരു ചിന്ത എപ്പോഴും മുന്നിട്ട് നമ്മുടെ മനസ്സിൽ വന്നു നിൽക്കും. അപ്പം നമുക്കുണ്ടായ ഇത്തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യാൻ കണ്ടെത്തുന്ന സമയം രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായ ചിന്തകൾ ആ സമയത്ത് രാത്രികാലങ്ങളിൽ വളരെ ശക്തമായിരിക്കും. അപ്പം രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ തലച്ചോറ് ഈ വിവരങ്ങളെയെല്ലാം പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായ പഴയതും പുതിയതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും നമ്മളുടെ ചിന്തകൾക്ക് ആഴം കൂട്ടുകയും ചെയ്യുന്നു. രാത്രിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും വളരെ ക്ഷീണിതരാകുന്നു അല്ലേ? കാര്യം നമ്മൾ പകൽ അനുഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ, ജോലിഭാരം, മാനസിക പ്രയാസങ്ങൾ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ക്ഷീണം തോന്നും. അപ്പം നമുക്ക് വളരെ ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ ബോധമനസ്സല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളിലുണ്ടായ വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ബോധമനസ്സിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്തകളെല്ലാം ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയും അതിന് വളരെ ശക്തി കൂടുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ആ ചിന്തകളെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ല ചിന്തകളോട് കൂടി ഉറങ്ങണമെന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ നോക്കാം. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും ഉത്കണ്ഠകളും അതിലെഴുതി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ തലച്ചോറിന് കുറച്ച് റിലീഫ് ലഭിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ബോധപൂർവം നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ 3 നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ 3 വ്യക്തികളെക്കുറിച്ച് ഓർക്കുക. ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിൽ പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കൊണ്ടുവരിക, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി നൽകും. ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, രാത്രി സമയത്താണ് നമ്മുടെ ചിന്തകൾ എപ്പോഴും ശക്തമായിരിക്കുന്നത്. അപ്പം ആ സമയത്ത് പോസിറ്റീവായ ചിന്തകളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ശീലമാക്കുക. അപ്പോൾ ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിലൂടെ നമ്മളുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പം ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.